നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് വസന്ത. ലോയേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ഏപ്രിൽ ലാസ്റ്റ് വീക്കിൽ കൊല്ലത്ത് അഭിഭാഷക കലോത്സവം നടക്കുകയുണ്ടായി. ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. എൻ്റെ ചില സ്വകാര്യ ദുഃഖം അല്ലെങ്കിൽ ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കാത്ത ചില വിഷമഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആ കലോത്സവം ഇവിടെ നടന്നത്. ആ കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറായിരുന്നു. സാറ് അന്ന് പറഞ്ഞ ഒരു വാചകം, അഭിഭാഷകർ നീതിയുടെ കാവലാളാകണം എന്നായിരുന്നു. അത് ഞാൻ വായിച്ചപ്പോൾ ശരിക്കും അഭിഭാഷകർ നീതിയുടെ കാവലാളായി നിൽക്കുകയാണെങ്കിൽ നീതിമാന്മാർ അല്ലെ ന്യായാധിപരാരായിരിക്കണം എന്ന് ഞാൻ ആലോചിച്ചു. നമ്മൾ ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ അവിടെ ഏത് വിഗ്രഹമായിക്കോട്ടെ, നമ്മുടെ സങ്കടങ്ങളെല്ലാം നമ്മൾ അവിടെ ഇറക്കി വെക്കും, നമ്മൾ അവിടെ അപേക്ഷിക്കും. പക്ഷെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനിൽ നിന്നോ എന്തിൽ നിന്നോ ഒരു പരിഹാരം തേടി കോടതിയുടെ മുമ്പിലെത്തുമ്പോൾ അവന് ആ ഒരു ക്ഷേത്രത്തിൽ അവൻ ഇറക്കി വയ്ക്കുന്ന അവൻ്റെ സങ്കടം കോടതിയുടെ മുമ്പിൽ ഇറക്കി വയ്ക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം ക്ഷേത്രത്തിലിരിക്കുന്ന വിഗ്രഹം അതിനോട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് തിരിച്ചൊന്നും പറയില്ല, എല്ലാം അത് കേൾക്കും. പക്ഷെ കോടതിക്ക് ഒരു വ്യക്തിയെ കേൾക്കാനുള്ള സാവകാശമോ സമയം ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ അഭിഭാഷകർക്ക് നീതിയുടെ കാവലാളായി നിൽക്കാൻ സാധിക്കുകയുമില്ല. അങ്ങനെ നിന്നാൽ പോലും കാവൽ നിൽക്കാനേ പറ്റൂ. നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത എത്രയോ അഭിഭാഷകരുണ്ട്. അതൊക്കെ വരും വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.